ആയിരുന്നു മാർട്ടിൻ കൂപ്പർ വിളിച്ചിരുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഈ ടെലിഫോണുകൾ അതിൻ്റെ സാങ്കേതികത്വം കൊണ്ട് ചുരുങ്ങി ഇന്നത്തെ ടെലിഫോൺ വെറും ടെലിഫോണല്ല, വിളിക്കാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മിനി കമ്പ്യൂട്ടറാണ്. അതിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാം, ഒരു ക്യാമറകൾ കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, നമ്മളെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കാം. എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന ഒരു ചെറിയ സാധനത്തെ നമുക്ക് പോക്കറ്റിൽ വെച്ച് നടക്കാൻ സാധിക്കുന്നു. ആ ശാസ്ത്ര യുഗത്തിലാണ് നിങ്ങൾ പിറന്നു വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത്, ആ 86 ദശകോടി ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ നിങ്ങൾ ഏകോപിച്ചിട്ട് അതിനെ തളർത്താൻ ശ്രമിക്കരുത്. പലപ്പോഴും സംഭവിക്കുന്ന അതാണ്. നമുക്കറിയാവോ, ഈ ന്യൂറോണുകൾ, നിങ്ങൾ ജീവശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും, ബയോളജി പഠിച്ചിട്ടുണ്ടാവും. ഈ ന്യൂറോണുകൾ തമ്മിലുള്ള സംവാദം നടക്കുന്ന ഒരു രാസവസ്തുവുണ്ട്, ഡോപ്പമിൻ. ഈ ഡോപ്പമിനാണ് നമ്മളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ ആ ഡോപ്പമിനെ വേറെ തരത്തിലേക്ക് തിരിക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഡോപ്പമിനെ, അതായത് മയക്കമരുന്നുകളും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഡോപ്പമിനെ വേറെ ഏതൊക്കെയോ ക്രയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതങ്ങനെ വേറെ തരത്തിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യനില്ലാതായി മാറുന്നത്. അവിടെയും നമ്മൾ വളരെ സൂക്ഷിച്ചു കയറുക. അതാണ് നമ്മുടെ പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ 19 വയസ്സെത്തുമ്പോഴും മുമ്പേ അഡോളസെന്റ് ഏജ് എന്ന് പറയും. നമ്മുടെ ചിന്തകളൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്ന സമയമാണ്. നമ്മളെ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിലാണ് നമ്മളെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. മക്കളായിരിക്കുന്ന നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ശാസ്ത്ര സാങ്കേതികത്തിന്റെ വലിയൊരു ലെവലിലേക്കാണ് നമ്മളുള്ളത്. അത് ഉപയോഗിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മളൊക്കെ എവിടെയായിരുന്നു നമുക്കറിയാലോ. നമുക്ക് എവിടുന്നാ പിറന്നു വന്നത്? എൻ്റെ പ്രായത്തിലുള്ളവർ. അതേസമയം കുറച്ചുകൂടിയും ഉയർന്ന തലത്തിലെത്തിയവരായിരിക്കും മറ്റുള്ളവർ. അതേസമയം കുട്ടികളെന്ന് പറയുന്നത്, ഈ നമുക്ക് തന്നെ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഇന്ത്യയിൽ വിളിച്ചത് ഏത് വർഷമാണെന്നറിയാമോ? ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് 1995-ലാണ്. 1995, അത്രേ വർഷമേ ആയിട്ടുള്ളൂ. 96-ലാണ് കേരളത്തിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വരുന്നത്. 1996, അതായത് തകഴി ശിവശങ്കരപ്പിള്ളയായിരുന്നു ആദ്യമായിട്ട് മൊബൈൽ വിളിക്കുന്നത്. അന്ന് 1876 ഗ്രഹാം ബെൽ, ഹലോ മിസ്റ്റർ വാട്സൺ, പ്ലീസ് കം ഹിയർ, ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യു, അതായിരുന്നു ആദ്യമായിട്ട് ഫോണിൽ സംസാരിച്ച പദം. ഇതെന്ന് മിസ്റ്റർ വാട്സൺ, സുഹൃത്തിനെ വിളിക്കുകയാണ്, മിസ്റ്റർ വാട്സൺ നിങ്ങൾ വരൂ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന് ഇന്ന് എന്തെല്ലോ പറയുന്ന നമുക്ക് ആ കൊച്ചു ഉപകരണത്തെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു. കമ്പ്യൂട്ടർ 1837-ലാണ് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ ഒരു അനാലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ചെറിയൊരു സാധനം ഉണ്ടാക്കിയത്, അല്ലേ? അതിനെ നമുക്കറിയാം, ലവ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പിന്നീട് അതിനെ ഒന്നും കൂടി പരിഷ്കരിച്ച് കമ്പ്യൂട്ടിംഗ് മേഖലയിലേക്ക് എത്തി. അലൻ ട്യൂറിംഗ് അത് ഡിജിറ്റൽ കമ്പ്യൂട്ടറാക്കി മാറ്റി, അല്ലേ? അതുപോലെ തന്നെ ജോൺ മെക്കാർത്തി AI-യിലേക്ക് എത്തിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ അത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മൾ ഒരു ചെറിയ കാര്യത്തിലേക്ക് എത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അതേ രീതിയിലായിരിക്കണം. എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന ഇന്ന് അനുമോദിക്കപ്പെടുന്ന മക്കളോടും അതുപോലെ തന്നെ മറ്റു മക്കളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് അറിയുന്നത്, പഠിക്കുന്നത് ശരിക്ക് പഠിക്കുക എന്നുള്ളതാണ്. ശരിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ച് പരീക്ഷയിൽ എഴുതും പോലെയല്ല, പരീക്ഷ എഴുതി തീർക്കുന്ന പോലെയല്ല. പലപ്പോഴും ഞാൻ സ്കൂളുകളിലൊക്കെ പറയാറുണ്ട്, അവർ 9ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ വരുന്ന കുട്ടി, 10ാം ക്ലാസ് കഴിഞ്ഞാൽ 11ാം ക്ലാസ്സിൽ വരുന്ന കുട്ടിയോട് ചോദിക്കും, 10ാം ക്ലാസ്സിൽ നീ പഠിച്ചത് ഇതൊന്നും ഓർമ്മയില്ലേ? ഒന്നും ഓർമ്മയില്ല. പലർക്കും ഓർമ്മയില്ല. എന്താ പഠിപ്പിച്ചത്? അതിനാണ് പറയുക പുട്ടുകുറ്റി പഠനം. എന്താ പുട്ടുകുറ്റി പഠനം? കുട്ടിയോട് ഞാൻ അറിഞ്ഞൂടെ? പുട്ടുകുറ്റിയെടുത്ത് അതിൽ അരിയും നാളികേരവും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് ആവിയാക്കി ഒരൊറ്റ തള്ളാണ്. അതോടുകൂടി പുറ്റുകുറ്റി എന്തായി? ഓടയായി മാറി, ഒന്നുകിൽ ഒഴിഞ്ഞതായിട്ട് മാറി. അതുപോലെ പഠിക്കുന്നു. എന്താണെന്ന് 9ാം ക്ലാസ് പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ച എല്ലാം കൊണ്ട് തള്ളി. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഇംഗ്ലീഷും മലയാളവും അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജുകളും അത് തള്ളി അങ്ങോട്ട്
വരുന്നു. ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. സത്യമാണ് കേട്ടോ. എത്രയോ കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെയൊന്ന് പഠിച്ചിരുന്നു. 11ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അല്പം കൂടുതൽ മാത്രമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ എന്താണ് എടുത്തത്. കമ്പ്യൂട്ടർ സയൻസ്, എല്ലാവരും കമ്പ്യൂട്ടർ സയൻസാണ്, ബയോ സയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കൂ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അങ്ങനെ ആയി പോകരുത്. പഠിച്ചത് ഉറച്ചു വെക്കുക, അതാണ് പഠനം. അറിഞ്ഞത് ഉറച്ചു വെക്കുക, അറിഞ്ഞത് നമ്മുടെ മനസ്സിലേക്ക് അവിടെ തന്നെ കരുതി വെച്ചിരിക്കണം. അല്ലെങ്കിൽ പഠനമാകുന്നില്ല. പഠനം എന്ന് പറയുന്നത് ആർജിച്ചത് അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അത് അവസരത്തിനൊക്കെ വിനിയോഗിക്കാനുള്ള കഴിവിനെയാണ് പഠനം എന്ന് പറയുന്നത്. അതാണ് മക്കളോട് എനിക്ക് പറയാനുള്ളത്, ആ പഠനം ആർജിക്കുക. ഇപ്പം തന്നെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഫോർ എക്സാമ്പിളിന് EG എന്ന് എഴുതാറില്ലേ? അല്ലേ? EG എന്ന് എഴുതാറില്ലേ? എഴുതാറില്ല. അതെന്തിനാണ് EG എന്ന് എഴുതുന്നത്? നിങ്ങൾ 5ാം ക്ലാസ് മുതൽ ഇത് എഴുതുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്നുള്ളത് E എന്നൊരു കുത്തിട്ട് G എന്നൊരു കുത്തിട്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്കിത് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ടീച്ചേഴ്സ് EG എന്ന് എഴുതുന്നു, നിങ്ങളും EG എന്ന് എഴുതുന്നു, EG തന്നെ നോട്ടിലേക്ക് എഴുതുന്നു. അവസാനം നിങ്ങളോട് ഞാനിപ്പോൾ ചോദിക്കുന്നു, എന്തിനാ EG എന്ന് എഴുതിയത്? ഇതാണ് നമ്മളെ പഠനത്തിൻ്റെ ഒരു പ്രശ്നം. ഞാൻ പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയണ്ടേ? നിങ്ങൾ എത്ര വർഷമായി എഴുതിക്കൊടുക്കുന്നു? നിങ്ങൾ ഇതുവരെ ഒരു ടീച്ചറോട് ചോദിച്ചോ? നിങ്ങളുടെ അധ്യാപകനോട് ചോദിച്ചോ? ഇല്ല, ഇല്ല, ചോദിച്ചോ? ഇനി എന്തിനാ നിങ്ങൾ EG എന്ന് എഴുതുന്നത്? എക്സാമ്പിളിൽ എന്താ EG ഉണ്ടോ?